ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചേച്ചി ഇന്നാണ് വന്നത്. ദുബായിൽ നിന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. രാത്രി ചേച്ചിയുടെ കൂടെയാണ് ഡിന്നർ. ഫുൾ പുറത്തു തന്നെ ആയിരുന്നു. തൊഴാൻ പറ്റി രാവിലെ, ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി. ഇനി ഒരു ഡിന്നറാണ്. അവള് നിന്നെ റെഡി ആക്കാണ് മന്നു. എടാ ക്രീം ഇട്ടോട്ടെ. നിനക്ക് സുന്ദരനാവണ്ട. പല്ലില്ലാത്ത കുഴി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി അവിടെ എത്തിയിട്ടുണ്ടാവുമായിരിക്കണം, പക്ഷെ അവർ ഓൾവേസ് ലേറ്റ് ആണ്. അവരും വന്നിട്ടേ ഉള്ളൂ. അമ്മ വീട്ടിൽ പോയി എന്നിട്ട് വേണം അവർക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരു ഓട്ടോചേട്ടൻ ഉണക്കും. ഞാൻ ഓൾറെഡി ലേറ്റ്. ഞാൻ ഒരു കേക്ക് വാങ്ങണം എന്ന് വെച്ചാൽ അതും പറ്റിയിട്ടില്ല. ഞാൻ വാച്ച് പോലും കണ്ടാൽ മറന്നു പോയിനൊന്നു. ആണ് ആണ് അല്ല ആണ് പെണ്ണ്. ഓക്കെ ഓക്കെ, ഒന്ന് പറയട്ടെ. ഞങ്ങൾ ഒന്ന് പോയിക്കോട്ടെ. താങ്ക് യു. അങ്ങനെ കേക്ക് വാങ്ങാൻ വേണ്ടി ഒരു കേക്ക് ഷോപ്പിൽ വന്നു. അവിടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതേ അവരിങ്ങനെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവെക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കണ്ണിലൊരു ചോക്ലേറ്റ് കേക്ക് പെട്ടു. ഞാനത് വാങ്ങി. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ചേച്ചിയെ വെയിറ്റ് ചെയ്യാണ്. ഇതേ ബർത്ത്ഡേക്കാരി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആദ്യം കയറിയത് ചോട്ടാപ്പിയാണ്. ചേച്ചി വന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. വന്ന കാലിൽ നിൽക്കാണ്ട് അങ്ങോട്ട് ഇരുന്നോളൂ. സന്തോഷമായിട്ട് വരൂ, കടന്നു വരൂ. തന്നെ ഒരു ഹായ് പറഞ്ഞു തുടങ്ങിക്കോളൂ എൻ്റെ യൂട്യൂബ് ചാനലിന്. തന്നു, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ? അടിപൊളി. ആണോ? നീ എന്ത് ചെയ്തു? വിഷ് ചെയ്തോ? വിഷ് ചെയ്തു. നീ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തോ? ഗിഫ്റ്റ് ഇതുവരെ മേടിച്ചിട്ടില്ല. ഗിഫ്റ്റ് മേടിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തോ? തീരെ ഇല്ല. അയ്യേ വൃത്തികെട്ട. അമ്മ തള്ളാണോ മോനെ? ക്യാമറ ഏതാണ്? ചെക്ക സത്യം പറയും. മോൻ പറയും അച്ഛൻ എന്തേലും മേടിച്ചു കൊടുത്തോ മോനെ? ഒന്നും മേടിച്ചിട്ടില്ല. പാവം, ഒരു അമ്മേനോട് സ്നേഹമില്ലാത്ത അച്ഛൻ അല്ലേ? അമ്മേന്റെ ബർത്ത്ഡേന്റെ മുമ്പേ ഒരു ഗിഫ്റ്റ് മുമ്പേ മേടിച്ചു കൊടുത്തു. അത് ബർത്ത്ഡേക്ക് ആയിരുന്നു ഗിഫ്റ്റ്. എന്താ മേടിച്ചു കൊടുത്തേ? പക്ഷെ ബർത്ത്ഡേനല്ലേ ഗിഫ്റ്റ് തരണ്ടേ, അപ്പോൾ അത് ഗിഫ്റ്റ് അല്ലല്ലോ. ശരിയാ. എടാ നിന്റെ അച്ഛൻ ഞങ്ങൾക്കൊന്നും ഇന്ന് ഒരു സാധനം പോലും മേടിച്ചു തന്നിട്ടില്ലടാ. എന്താ അങ്ങനെ? എനിക്കറിയില്ല. സ്നേഹമില്ല. സ്നേഹമില്ലാത്തൊരു അച്ഛന്റെ മകനാണോ നീ? നിനക്ക് സ്നേഹമുണ്ടോ ഞങ്ങളോടൊക്കെ? ഇല്ലടാ, ഇല്ലേ? എടാ മന്നു, നിനക്ക് സ്നേഹമുണ്ടോ? വല്ലതും ഇല്ല. അതിന്റെ എന്താ ചോദിച്ചത്? ഇതിനെ റിമൂവ് ചെയ്യുന്ന എങ്ങനെയാ? നമ്മൾ അങ്ങനല്ലല്ലോ പഠിക്കേണ്ടത്. ഒരു സാധനം കിട്ടും ആദ്യം റിമൂവ് ചെയ്യാനല്ല, അത് വെക്കാനാ നോക്കണ്ടേ. എന്നാലും എങ്ങനെയാണ് റിമൂവ്? ഏത് മൈക്കോ? മൈക്ക് അതിനുള്ളിൽ കൂടെ ഒരു സാധനം എടുത്തിട്ട് ഇതും കൂടെ പുറത്തേക്ക് എടുക്കണം. ഇതാണോ മൈക്കിന്റെ നേരെ ബാക്കിലുള്ളത്? അതിന്റെ അതെന്താ? നിനക്ക് എന്തെങ്കിലും എന്റെ വ്യൂവേഴ്സിനോട് പറയാനുണ്ടോ? നീ എന്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്റെ ഒരു അഭിപ്രായം ഒരു കാര്യം പറയണ്ടല്ലോ. എന്താണ്? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ വീഡിയോക്കില്ലേ ഒരു 100,000 ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാല് അല്ല നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്ലീസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ടു 100,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് ആക്കാൻ പോവാ. നമ്മൾ ഓൾമോസ്റ്റ് 100,000 സബ്സ്ക്രൈബേഴ്സിൽ എത്താറായി. എത്രയിലെത്താൻ പോയിന്ന്? 100,000. തേങ്ങാക്കൊല ചീത്ത വിളിക്കും. എന്താ 100 സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ലടാ. 100 പോലും ആയിട്ടില്ല. 90,000 കിട്ടിയതാ. ആർക്ക്? എനിക്കോ? 100K ഐ മീൻ അത് ആയിട്ടില്ല. ആവാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. അങ്ങനെ വയറ് നിറച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേണ്ട വിഭവങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു. ഏട്ടനാണല്ലോ പേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വാങ്ങി കഴിച്ചു. ചേച്ചിക്ക് വയസ്സ് 10-40 കഴിഞ്ഞാലും കേക്ക് കട്ടിങ്ങിനൊന്നും ഒരു കുറവും ഞങ്ങൾ വരുത്തിയില്ല കേട്ടോ.
നമ്മുടെ ജീവിതത്തിൽ വർഷത്തിലൊരിക്കൽ വരുന്നൊരു സന്തോഷമാണല്ലോ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര ആഘോഷമായിട്ട് ആഘോഷിക്കണം എന്നാണ്. ചേച്ചിക്ക് അങ്ങനെ ഒരു നിർബന്ധങ്ങളില്ലായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ നിർബന്ധിച്ച് ഇപ്പോൾ അവൾക്കും അതൊരു നിർബന്ധമായി മാറി. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഒരുപാട് ലേറ്റായി. പക്ഷേ ക്രിസ്മസ് ട്രീ ഇന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ പരിപാടികളും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അവൻ അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും ഒരു ഹെൽപ്പും അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തത്. നാളെ സ്കൂളിൽ അവൾക്ക് നേരത്തെ പോകണം. സോ ഗുഡ് നൈറ്റ്.